ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ബീഫ് നല്ലപോലെ കഴുകി ഒന്ന് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 8 മുതൽ 10 വരെ ചെറിയ ഉള്ളി 1-2 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1.5 സവാള നീളത്തിലരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 വലിയ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി കൂടി പോകണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് 2 കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എപ്പോഴും കൂടി പോയത് കറിക്ക് കയ്പ്പ് വരും. 1/4 ടീസ്പൂണിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയൊക്കെ ടീസ്പൂണാണ് അളവ് പറയുന്നത്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണാണ്. അപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ കൈവച്ചൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നോക്കണം, എല്ലുള്ള ബീഫ് ആയതുകൊണ്ട് എല്ലൊക്കെ കയ്യിൽ കുത്തി കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് ഇതുപോലെ കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇപ്പോൾ ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു നാരങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ നീര് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 മുതൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. നമ്മളിതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുക്കർ ബീഫ് കറിയൊക്കെ ഒരുപാട് പേര് കണ്ട് നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് തന്നെയാണ്. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനിയിപ്പം ഈ ബീഫ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇപ്പോൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. ഒരു 5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുക്കറിൻ്റെ സൈസിനനുസരിച്ചും ബീഫിൻ്റെ വേവ് വ്യത്യാസം വരും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 5 വിസിൽ വരുമ്പോഴേക്കും നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെ ഫ്ലെയിം ഓഫായിരുന്നു. ഇനിയിപ്പോൾ ഒരു 5 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീഫ് ഒരു 5 വിസിൽ വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 6 മുതൽ 7 വരെ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫ് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികൾ കൂടെ ഇട്ട് കൊടുക്കണം. ഓൾറെഡി നമ്മൾ ബീഫെല്ലാം മസാലയായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് 5 വിസിൽ വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അതിൻ്റെ അടപ്പ് തുറന്നാൽ മതി. ഇപ്പോൾ ബീഫ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബീഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. അപ്പം നമുക്ക് ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഓൾറെഡി ബീഫിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ആ ഒരു വെളിച്ചെണ്ണയിലും ആ ഒരു ചെറിയുള്ളിലൊക്കെ കിടന്ന് ഒന്ന് നമുക്ക് ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഈ ഒരു ബീഫിൽ മുളക് പൊടിയുടെ എരിവിനേക്കാളും കൂടുതൽ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ ഒരു എരിവാണ് ഉണ്ടാവുക.
അപ്പോൾ നമുക്കിനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വളരെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നല്ലപോലെ കിട്ടും. പിന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, എരിവ് കൂടി പോകണ്ട. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചാണ് നമ്മൾ വരട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ അതേ സൈഡിലൊക്കെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അതേ ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ എവിടെ ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ബീഫ് വരട്ടേൻ്റെ കറക്റ്റ് പാകം. നമുക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഇനിയിപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാനെന്താ കസൂരി മേത്തി, ഉലുവച്ചീര ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കല്ലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഉലുവയുടെ മണം കിട്ടുന്നു മാത്രം. ഇനി എല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബീഫ് വരട്ടേൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഇരിക്കും തോറും ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.